ജോലി ചെയ്യുന്ന എല്ലാവരുടെ ആഘോഷം തുടങ്ങുന്നത് ആദ്യം അവരുടെ ജോലി സ്ഥലത്തു നിന്ന് തന്നെയായിരിക്കും അല്ലേ? എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ആദ്യം സ്കൂളിൽ നിന്നാണ് തുടങ്ങിയത്. അതിൻ്റെ വീഡിയോസൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഈ വർഷം പിന്നെ എൻ്റെ മറൈക്കുട്ടി വരച്ച ഒരു പിക്ചറാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പിക്ചറായിരുന്നു. തിരുക്കുടുംബത്തിൻ്റെ പിക്ചറായിരുന്നു കേട്ടോ അത്. ഇനി നമ്മുടെ പള്ളിയിലെ സെലിബ്രേഷൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ക്രിസ്മസിൻ്റെ അന്ന് വൈകിയാണ് ഞങ്ങൾ പാലായിക്ക് എത്തുന്നത് കേട്ടോ. അവിടെ വലിയ കാര്യമായ ആഘോഷങ്ങളൊന്നും ഈ വർഷം പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത ആദ്യത്തെ ക്രിസ്മസ് ആണ് ഈ വർഷത്തെ. അയ്യോ കളഞ്ഞു കാണിച്ചു കാണിച്ചു. കിട്ടില്ലേ? ചെടിക്ക് വേദിക്കും
കൊള്ളാം. ശബ്ദമില്ലാതിരുന്നാ മതി. ഒരു സാധനം താഴെ ഉണ്ടായിരുന്നല്ലോ. ഈ വർഷം പടക്കമൊന്നും പൊട്ടിക്കണ്ട എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നെ അപ്പം തന്നെയാണ് കേട്ടോ പടക്കമൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. പിള്ളേർക്കൊരു സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേരുൾപ്പെടെ ഞങ്ങളും ഞങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ സന്തോഷത്തോടെ ചിരിക്കുന്ന കാണുമ്പം എനിക്കൊരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പാലക്കാരുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ് കപ്പയും എല്ലും കപ്പയും. അപ്പോൾ എല്ലും കപ്പയൊക്കെ ആയിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ അമ്മ ഒരു വഴി കണ്ടുപിടിച്ചു. ഈ എല്ലും കപ്പ കഴിക്കുന്ന ദിവസം പാത്രം കഴുകാൻ ഒരു വലിയ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വാഴലയിൽ കഴിച്ചാൽ മതി എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ പിന്നെ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ, അങ്ങനെ പാത്രവും കഴുകണ്ട. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞു കളികളിലൊക്കെ ആയിരുന്നു. അമ്മയും പിള്ളേരുടെ കൂടെ കളിക്കാൻ ഇറങ്ങും കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് അത് ഒരുപാട് സന്തോഷമായി. എനിക്ക് ആ സമയം ഒന്ന് റിലാക്സ് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇവരുടെ കൂടെ എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം, കളിക്കാൻ കൂടണം അങ്ങനെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ അപ്പച്ചൻ്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു, സിസ്റ്റർ. അപ്പം പാലായിൽ തന്നെയുള്ള മഠമാണ്. ഞാൻ അതുവഴി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അവിടെ പോയി ഞങ്ങൾ സിസ്റ്ററിനെ കണ്ടു. ഈ മഠങ്ങളിലെയൊക്കെ പൂക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് നന്നായിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്നത്, പ്രത്യേകിച്ച് റോസപ്പൂക്കൾ. ആൾത്താരയിലൊക്കെ എല്ലാ ദിവസവും വെക്കാനുള്ളതുകൊണ്ടായിരിക്കും. അപ്പം ഞങ്ങൾ സിസ്റ്ററിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അമ്മച്ചി കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഇതിൽ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചത്. ആ ഓരോ ഓർമ്മകളൊക്കെ ഞങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. പാടാൻ എളുപ്പമുള്ള